ചന്ദ്രന് ബലമില്ലാത്ത ആൾക്ക് പല രോഗാവസ്ഥകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. പ്രധാന പരിഹാരം ക്ഷേത്രങ്ങളിൽ പോയി നാമജപം ചെയ്യിക്കുക, ബിസിയായിരിക്കുക. ഈ കറുത്ത പാവോട് അടുപ്പിച്ച ഒരു 10 ദിവസം, അത് 5 ദിവസം വെളിപ്പുറത്തും 5 ദിവസം 10 ദിവസം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിന്നാൽ പരിഹരിക്കും. ചന്ദ്രൻ്റെ പക്ഷബലം സർ, എന്താണ് ഈ ചന്ദ്രൻ്റെ പക്ഷബലം? ഒരുപാട് പേര് പറയുന്നുണ്ട് ചന്ദ്രൻ്റെ പക്ഷബലം ഇല്ലാത്തത് കൊണ്ടാണ് താനിങ്ങനെ ആയി പോകുന്നത്, പക്ഷബലം കൂടിയത് കൊണ്ടാണ് തനിക്ക് ഭാഗ്യം വരുന്നത്. എന്താണ് എൻ്റെ ഈ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. ഭൂമിയുടെ ഉപഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു മെയിൻ ഗ്രഹമായിട്ട് അടുത്ത്. ചന്ദ്രൻ എന്ന് പറയുന്നത് മനക്കാരകൻ എന്ന് പറയും. ഒരാളുടെ മനസ്സിനാണ് നിയന്ത്രിക്കുന്നത്. നമ്മളെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന മനസ്സാണ്. പോസിറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, നടക്കാത്ത കാര്യം നടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ ബലം നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചന്ദ്രന് സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർക്കിടകമാണ്. ചന്ദ്രൻ്റെ വീട് സ്വക്ഷേത്രം. ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇടവരാശിയാണ്. ഇടവരാശി. ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുക. പക്ഷേ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുക, ബലവാനായിട്ട് നിൽക്കുന്നു. അവിടെ സൂര്യനും കൂടി നിൽക്കുക. സൂര്യൻ നിൽക്കുന്നത് ഇടവ മാസത്തിൽ ജനിച്ച ഒരാൾ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചു. ഉദാഹരണം, ഇടവ മാസത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ സൂര്യൻ ഇടവത്തിലുണ്ട്. അവിടെ ചന്ദ്രനും കൂടി നിൽക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. ഇപ്പോൾ സൂര്യനും ചന്ദ്രനും വളരെ ക്ലോസായി നിൽക്കുന്നതിന് കറുത്ത വാവ് എന്ന് പറയും. അപ്പോൾ ഒരു ജാതകം കണ്ടു കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ ചതുർദശി, അല്ലെങ്കിൽ കറുത്ത വാവ്, അല്ലെങ്കിൽ പ്രഥമ. ഈ മൂന്നിൽ ഒന്നേ വരുള്ളൂ. ചതുർദശി എന്ന് പറഞ്ഞാൽ 14ാമത്തെ, പിന്നെ കറുത്ത വാവ്, അല്ലെങ്കിൽ വാവ് കഴിഞ്ഞിട്ടുള്ള പ്രഥമ. അങ്ങനെ 3 ദിവസം. അപ്പം ചന്ദ്രനും സൂര്യനും ഒന്നിച്ച് ഇടവത്തിൽ തന്നെ നിൽക്കുക. ഇടവെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഉച്ചരാശിയാണ്, പക്ഷെ ഒരു ഫലവും കിട്ടില്ല. ആ ചന്ദ്രനെ കൊണ്ട് ഇയാൾക്ക് ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കറുത്ത വാവ് കഴിഞ്ഞു ചന്ദ്രൻ 2.25 ദിവസമേ ഒരു രാശിയിൽ നിൽക്കുള്ളൂ. അത് ചന്ദ്രൻ ഇടവത്തിൽ നിന്ന് മിഥുനം, കർക്കിടകം, അങ്ങനെ നടന്ന് ഇടവരാശിയുടെ 7ാമത്തെ രാശി വൃശ്ചികത്തിൽ ചന്ദ്രൻ എത്തുന്ന സമയത്ത് ചന്ദ്രൻ നിജരാശിയാണ്, പക്ഷേ ചന്ദ്രന് പക്ഷബലമുണ്ട്. പക്ഷബലമുണ്ട്. സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 7ാമത്തെ രാശിയിൽ ചന്ദ്രൻ വരുന്ന സമയത്ത് ചന്ദ്രന് പക്ഷബലമുണ്ട്. അപ്പം കറുത്ത വാവ് കഴിഞ്ഞു അടുത്ത വെളുത്ത വാവ് വരെ ആണെന്ന് വെളുത്ത പക്ഷം. പിന്നെ വെളുത്ത വാവ് കഴിഞ്ഞു പിന്നെ ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞു വരിക. വെളുത്ത വാവ് കഴിഞ്ഞു വൃശ്ചികം കഴിഞ്ഞു ധനു, പകരം ഒരു 5 ദിവസം വരെ ചന്ദ്രന് പക്ഷബലം. വെളുത്ത വാവ് കഴിഞ്ഞ് ഒരു 5 ദിവസം വരെ ചന്ദ്രൻ പക്ഷബലം. അത് കഴിഞ്ഞാൽ ചന്ദ്രൻ ചെറുതായിക്കൊണ്ടിരിക്കും. ആകാശം നോക്കുമ്പോൾ ചന്ദ്രൻ ചെറുതായി സൂര്യൻ്റെ അടുത്തെത്തുന്ന വരെ ചന്ദ്രൻ ഇല്ലാതെയാവും. കറുത്ത വാവ് വരും. അപ്പം സൂര്യൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വരുമ്പോൾ വെളുത്ത വാവ്. സൂര്യനും കഴിഞ്ഞിട്ട് ചന്ദ്രൻ്റെ ഫസ്റ്റ് ടേണിങ് 15 ദിവസം വെളുത്ത പക്ഷം. ഇത് കഴിഞ്ഞിട്ട് കറുത്ത പക്ഷം. അപ്പം കറുത്ത പക്ഷത്തിൽ ജനിക്കുന്നതിൽ നല്ലത് വെളുത്ത പക്ഷത്തിൽ ജനിക്കുക. ഓക്കെ. അപ്പോൾ കറുത്ത വാവ് കഴിഞ്ഞ് ഒരു 5 ദിവസം വരെ ചന്ദ്രന് ബലം ഉണ്ടാവില്ല. 5 ദിവസം കഴിഞ്ഞാൽ ചന്ദ്രൻ ബലവാനായി വരും, വെളുത്ത വാവിലേക്ക് വന്നു. പിന്നെ വെളുത്ത വാവ് കഴിഞ്ഞ് ഒരു 5 ദിവസം വരെ ചന്ദ്രൻ നല്ല ബലം ഉണ്ടാവും. 5 ദിവസം കഴിഞ്ഞാൽ ചന്ദ്രൻ പിന്നെ ചെറുതായി കറുത്ത വാവിലേക്ക്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ എന്താ പറയുക, ഈ ബലക്കുറവുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഗ്രഹനിലയിൽ ചന്ദ്രനെ സ്വാധീനിക്കുന്ന ആൾക്കാരെ അവരുടെ മാനസികമായിട്ട് ഒരുപാട് സാധാരണ മനുഷ്യന്മാർ എല്ലാവരും ഭ്രാന്തന്മാരാണ്. ഒരു പരിധി വരെ എല്ലാവരും മെൻ്റലി ചെറിയ പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ഇതേമാതിരിയുള്ള ആൾക്കാർക്ക് മാനസിക കറുത്ത വാവ് പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കറുത്ത വാവ് വരുമ്പോൾ അടുത്ത വീട്ടിൽ അങ്ങേക്ക് ഒരു ഇളക്കം വരുന്നുണ്ട്. വാവ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ കറുത്ത വാവ് വരുന്ന സമയത്താണ് മാനസികമായ ടെൻഷൻ വരുന്നത്. അപ്പോൾ അതിന് ചെയ്യാനുള്ള പ്രധാന നമുക്ക് പരിഹാരമായിട്ട് യോഗ ചെയ്യുക. ഇതേപോലെ സമയത്ത് യോഗ, ധ്യാനം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനുള്ള നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുക. അതേ സമയത്ത് പിന്നെ ഏകാദശി അങ്ങനെ നോയമ്പെടുക്കുക. അപ്പോൾ മനസ്സിനെ കൂടുതൽ ശുദ്ധീകരിക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ പിന്നെ എൻഗേജായിരിക്കുക. മനസ്സ് നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോസിറ്റീവുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകും, മറ്റു കാര്യങ്ങളൊക്കെ മറന്നു പോകും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്കിത് പരിധി വരെ ഈ പക്ഷബലം കുറയുന്ന സമയത്ത് മാനസിക പ്രശ്നങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാണ് നിൽക്കുന്നത്. ഈ മനസ്സിൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് നമ്മളെ വയറിനെ ബാധിക്കും, ഫുഡിനെ ബാധിച്ചാൽ വയറിനെ ബാധിച്ചാൽ തലയ്ക്ക് ബാധിക്കും. അപ്പം ഈ ചന്ദ്രന് ബലമില്ലാത്ത ആൾക്ക് പല രോഗാവസ്ഥകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള പ്രധാന പരിഹാരം
ക്ഷേത്രങ്ങളിൽ പോയി നാമജപം ചെയ്യിക്കുക, ബിസിയായിരിക്കുക. എനിക്ക് അനുകൂലമല്ലാത്ത സമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ കറുത്ത വാവോട് അടുപ്പിച്ച ഒരു 10 ദിവസം, കാരണം 5 ദിവസം വെളിപ്പുറത്തും 5 ദിവസം ഇപ്പുറത്തും 10 ദിവസം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിന്നാൽ പരിഹരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ അത് മനസ്സിലാക്കണം എന്നതാണ് കലണ്ടർ നോക്കി അറിയാൻ പറ്റും. പ്രഥമ ദ്വിതീയ തൃതീയ അങ്ങനെയുള്ള വരുന്ന കറുത്ത വാവോട് അടുത്ത് വരുന്ന ദിവസങ്ങൾ നോക്കിയിട്ട് നമുക്കതിന് പരിഹാരം ചെയ്യാം. അപ്പോൾ ഈ ചന്ദ്രൻ്റെ പക്ഷബലം കുറയുന്ന സമയങ്ങളിൽ കല്യാണ ആലോചനകൾ വരുന്ന നക്ഷത്രം, സാറിൻ്റെ റെക്കമെൻഡേഷൻ എന്താണ്? ആ സമയത്ത് മുന്നോട്ട് പോകാമെന്നാണോ? മുന്നോട്ട് പോകാൻ പാടില്ല. മുന്നോട്ട് പോകാൻ പാടില്ല. ചന്ദ്രൻ പക്ഷബലമുള്ള സമയത്ത് നമ്മൾ കല്യാണത്തിന് തന്നെ മുഹൂർത്തം കൊടുക്കുന്നു. അതിനും നമ്മൾ ഇത് നല്ല മുഹൂർത്തം നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. അത് തിഥി എന്ന് പറയും. നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, അതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. പഞ്ചാംഗം എന്ന് പറയാൻ ആഴ്ച, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, ഈ 5 കാര്യം ചേർന്നാലും പഞ്ചാംഗമാകും. അപ്പോൾ പഞ്ചാംഗ ഫലവും കൂടി ചേർത്തിട്ട് നല്ലൊരു മുഹൂർത്തം എടുത്തു കൊടുത്താൽ കാര്യങ്ങൾ ശുഭമായിട്ട് പോകും. ഓക്കെ, സന്തോഷം. ഈ പക്ഷബലം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രൻ്റെ പവർ കൂടുകയാണ്, ചന്ദ്രൻ്റെ ബലം കൂടുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ലേസി ആയിട്ട് നടന്നുകൊണ്ടിരുന്ന വ്യക്തി ചന്ദ്രൻ്റെ ബലം കൂടുന്ന സമയത്ത് ഓപ്പോസിറ്റ് റിയാക്ഷനിലേക്ക് അയാൾ പോവുകയാണ്, ഭയങ്കര ആക്റ്റീവായിട്ട് വളരെ മുന്നോട്ട് പോവുകയാണ്. സോ അപ്പോൾ ആ സമയത്ത് വേറെ ഏതെങ്കിലും ദശയാൽ, അതായത് ദോഷമുള്ള സമയമാണ്, ചന്ദ്രൻ ബലവാനാണ്, അപ്പോൾ സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരാൾക്ക് ശുക്രദശയാണ് എന്ന് വിചാരിക്കുക. ചന്ദ്രൻ ബലവാനാണ്, അപ്പോൾ ഇയാൾക്ക് ചില അവിഹിതമായ ബന്ധങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നടന്ന് എടുത്ത് മതിലെടുത്തിയാൾ ഓവർ കോൺഫിഡൻസ് അബദ്ധങ്ങൾ ചെയ്യാനുള്ള ചാൻസ് കൂടും. കാരണം ചന്ദ്രന് ശത്രുക്കളില്ല. ചന്ദ്രൻ എല്ലാ ഗ്രഹങ്ങളും സമനാണ്. പക്ഷേ ചന്ദ്രനോട് ശത്രുതയുള്ള ഗ്രഹങ്ങളുണ്ട്. ശുക്രൻ ചന്ദ്രൻ്റെ ശത്രുവാണ്. അപ്പോൾ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഈ ലൗകികമായ കാര്യങ്ങൾ, ഒരു ടീനേജ് ഒരാളാണ്. അപ്പോൾ പല വ്യക്തി വികാരങ്ങളൊക്കെ വരും, അതിന് അടിമപ്പെടുക, ഏതെങ്കിലും പോയി അബദ്ധത്തിൽ ചെന്ന് ചാടുക. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ദോഷമാണ് എടുത്തിയാളുടെ പ്രവണത കൂടുതൽ. ചന്ദ്രൻ ബലവാനാകുന്ന സമയത്ത് ഈ ശുക്രനും കൂടെയാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ശത്രുവില്ല, ശുക്രന് ചന്ദ്രൻ ശത്രുവാണ്. അങ്ങനെ വരുന്ന സമയത്താണ്. ബുധൻ അതുപോലെ ചന്ദ്രൻ്റെ ബുധൻ ശത്രുവാണ്. ഓക്കെ, ബുധദശ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുക? ബുധദശ എന്ന പഠിപ്പിൻ്റെ കാര്യത്തിൽ നല്ല ചന്ദ്രൻ ബലവാനാണെങ്കിൽ ഓവർ കോൺഫിഡൻസ്, ഞാനൊന്നും പഠിക്കണ്ട, പരീക്ഷ ഞാൻ പാസ്സായിക്കോളും. അമ്മ മോനോട് പഠിച്ചോ എന്ന് പറയും. ഞാൻ പഠിക്കുന്ന ഞാൻ പരീക്ഷ എഴുതി പാസ്സാകില്ല. അപ്പോൾ ഓവർ കോൺഫിഡൻസ് പാടില്ല. ഓക്കെ, ശരി സാർ, സന്തോഷം, നന്ദി, നമസ്കാരം.